ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അവരുടെ ലേണിംഗ് സ്റ്റൈലും ഇന്റലക്ച്വൽ എബിലിറ്റിയിലും വ്യത്യാസമുണ്ട്. ഇന്റലക്ച്വൽ എബിലിറ്റിയിലെ ഒരു കാറ്റഗറിയായ സ്ലോ ലേണേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ മിനു, ഹീലിയസ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ലേണിംഗ് സ്റ്റൈല് വ്യത്യസ്തമായിരിക്കും. ഇവർക്ക് പഠിച്ചെടുക്കാനും അത് ഓർത്തെടുക്കുവാനും ഇവരിലെ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. ഒരു IQ ടെസ്റ്റിന് ശേഷം ഇവരുടെ IQ 70 മുതൽ 84 വരെയുള്ളതിലാണ് ഇവരുടെ IQന്റെ സ്കോർ കിട്ടുന്നതെങ്കിൽ ഈ കുട്ടികളെ നമുക്ക് സ്ലോ ലേണേഴ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇവർക്ക് അക്കാഡമിക് സ്കിൽസിൽ മാത്രമല്ല ബുദ്ധിമുട്ട് കാണിക്കുന്നത്, മറിച്ച് ഇവരെ സോഷ്യൽ സ്കിൽസിലും എക്സ്പ്രസീവ് സ്കിൽസിലും ലാംഗ്വേജ് സ്കിൽസിലെല്ലാം ഇവർക്ക് ഡിഫിക്കൽട്ടീസ് കണ്ടുവരുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുവാൻ ഇവരിലെ ബുദ്ധിമുട്ട് കാണുന്നു. പറയാൻ മാത്രമല്ല, എഴുതുവാനും ഇവരില് ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതായത് ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഇവർക്ക് എഴുതി പ്രകടിപ്പിക്കാനായിട്ടും ഇവരുടെ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, ഈ സ്ലോ ലേണേഴ്സ് ഇന്ററാക്ട് ചെയ്യുന്നത് സെയിം ഏജ് ഗ്രൂപ്പ് ആയിട്ടായിരിക്കില്ല. ഇവരെക്കാട്ടും മുതിർന്ന ആൾക്കാരുമായിട്ടായിരിക്കും ഇവരുടെ ഇന്ററാക്ഷൻ കൂടുതലും ഉണ്ടാകുന്നത്. ഇതെല്ലാം സ്ലോ ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരും. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള സ്ലോ ലേണേഴ്സിനെ എങ്ങനെ ലേണിംഗിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതായത് പഠിക്കാനായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ അവരുടെ ലേണിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതായത് പല കുട്ടികളും പഠിക്കുന്നത് പല രീതിയിലായിരിക്കാം. ചിലർ എഴുതി പഠിക്കും, ചിലർ വായിച്ച് പഠിക്കും, ചിലർ കേട്ട് പഠിക്കും, ചിലർ കളികളിലൂടെയൊക്കെ ചെയ്ത് പഠിക്കുക. അങ്ങനെ പലതരത്തിലായിരിക്കും ഇവരുടെ ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട്. ഇത്തരത്തിൽ ലേണിംഗ് സ്റ്റൈൽ കണ്ടുപിടിച്ച് നമ്മൾ അവർക്ക് വേണ്ട കണ്ടന്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ അവർക്ക് എളുപ്പമുള്ള കണ്ടന്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് പഠിച്ചെടുക്കാനായിട്ട് ഇത്തിരി കൂടി ഈസി ആയിരിക്കും. പിന്നീട് വരുന്നതാണ് ഇവർക്ക് മെമ്മറി ഇഷ്യൂസ് വളരെയധികം ഉണ്ട്. അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുക, അല്ലെങ്കിൽ ഓർത്തെടുത്ത് പറയുക, ഓർത്തെടുത്ത് എഴുതുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ബുദ്ധിമുട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മെമ്മറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ അവരുടെ റിപ്പീറ്റ് ആയിട്ട് ഇവർക്ക് നമ്മൾ കാര്യങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കണം. അത് നന്നായിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് പഠിപ്പിക്കാം. അതായത് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോർഷൻ പഠിക്കാനായിട്ട് കൊടുക്കുമ്പോൾ ആ പഠിക്കേണ്ട ഭാഗം നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം അവർക്ക് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്ത് കൊടുത്ത് അവർക്ക് നമ്മൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് വേണം അവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും ആ മെത്തേഡിൽ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനും നമ്മുടെ സ്ലോ ലേണേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. സാധാരണ പഠിക്കാതിരിക്കുമ്പോൾ എല്ലാ കുട്ടികളും പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. പക്ഷേ സ്ലോ ലേണേഴ്സ് വളരെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു കാറ്റഗറിയാണ്. അതായത് അവർക്ക് ഒരു ചെറിയ സൗണ്ട് പോലും അവരുടെ പഠനത്തിന് എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ അവരെ പഠിക്കാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ട അറ്റ്മോസ്ഫിയർ, അതായത് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അവിടെ വേണം നമ്മൾ അവരെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തേണ്ടത്. ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈസി ആയിട്ട് തോന്നും. ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാണ്ടിരിക്കുമ്പോൾ അവർക്ക് പഠിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്ലോ ലേണേഴ്സും ലേണിംഗ് ഡിസബിലിറ്റിയും രണ്ട് കാറ്റഗറിയാണ്. സ്ലോ ലേണേഴ്സ് എന്ന് പറയുന്നത് അവരുടെ പഠനത്തിൽ അവർ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ IQ കുറവായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ IQ 70 to 84 ആയിരിക്കും സ്ലോ ലേണേഴ്സിന്റെ IQ വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് നൽകുന്നത്. എന്നാൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ IQ ആവറേജ് ഓർ എബവ് ആവറേജ് കാറ്റഗറിയിലായിരിക്കും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ വരുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി ഒരു പ്രോസസ്സിംഗ് ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പ്രകടിപ്പിക്കാനായിട്ടും ഇവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് മാത്സ്, റീഡിങ്, റൈറ്റിംഗ്, സ്പെല്ലിങ്, ഈ കാര്യങ്ങളിലായിരിക്കും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് കാണാം. ഇവർക്ക് പ്രോസസ്സിംഗ് പ്രോബ്ലം ആണ് ലേണിംഗ് ഡിസബിലിറ്റിയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ ഒരു കുട്ടി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഉടനടി തന്നെ നമ്മുടെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാനായിട്ട് പാടില്ല. ആ കുട്ടിക്ക് നമ്മൾ വേണ്ട, അതായത് എല്ലാ പ്രോംപ്റ്റും വെച്ച് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ എല്ലാ പ്രോംപ്റ്റും വെച്ച് കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് നന്നായി റിപ്പീറ്റായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് വേണ്ട അവരുടെ ലേണിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ അവർക്ക് ലേണിംഗ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ടും കുട്ടികൾക്ക് അക്കാഡമിക്സിലായാലും ഇതിലായാലും മുന്നോട്ട് പോകുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അവരെ അസസ് ചെയ്തിട്ട് ആ കുട്ടിയെ നമ്മൾ ആദ്യം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണണം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് സൈക്കോളജിസ്റ്റ് കറക്റ്റായി അസസ്മെന്റ് നടത്തിയിട്ട്
ആ കുട്ടിക്ക് എന്താണോ പ്രശ്നം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ ആ കുട്ടിക്ക് വേണ്ട റെമഡിയൽ ടീച്ചിങ് കൊടുത്ത് ആ കുട്ടിക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ലേണിംഗ് ഡിസബിലിറ്റിയും സ്ലോ ലേണേഴ്സിനെയും തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് വേണ്ട ട്രെയിനിങ് ആണ് നമ്മൾ ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്ക് യു.